കോൺഗ്രസ് പാർട്ടി ഒരാശയക്കുഴപ്പത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പാർട്ടി തന്നെ പല തട്ടിലാണിപ്പോൾ. ചിലരൊക്കെ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഡോക്ടർ ശശി തരൂരിനെ പോലുള്ളവർ. പക്ഷേ രാജ്യത്തിൻ്റെ ഒരു പൊതുവിഷയം വരുമ്പോൾ ഒന്നിക്കേണ്ടിടത്ത് പലപ്പോഴും കോൺഗ്രസ് മാറി നിൽക്കുന്ന ഒരു രംഗമാണിപ്പോൾ നമ്മൾ കാണുന്നത്. അതൊരു രാജ്യത്തിനൊരിക്കലും അതൊരു ഗുണകരമല്ല എന്നുള്ളതല്ലേ തെളിയുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ നിരീക്ഷകർ പൊതുവെ പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട് അവർക്ക് തന്നെ വിനയാകുന്നവയാണ് എന്നുള്ളതാണ്. കാരണം മുമ്പ് അവരുടെ സ്റ്റാൻഡ് പലപ്പോഴും നമ്മുടെ ഒരു യൂണിറ്റിക്ക് വിഘാതം വരുന്നതാണെന്നുള്ള തോന്നലേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ എത്രത്തോളം അകന്നുപോയി എന്നുള്ളത് സൂചിപ്പിക്കുന്ന ചില നയങ്ങളാണ് അവരിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ശശി തരൂരിൻ്റെ മാത്രമല്ല, ശശി തരൂർ ഈ സന്ദർഭത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് നിൽക്കേണ്ടതെന്നും അവിടെ എന്തെങ്കിലും സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിരുന്ന ആ സെക്യൂരിറ്റി ലാബ്സുകളൊക്കെ സർവ്വസാധാരണമാണെന്നും അതിപ്പോൾ പെരുപ്പിച്ച് കാണിക്കേണ്ടെന്നും പറഞ്ഞപ്പോൾ അവരുടെ ഉദിത് രാജ് എന്ന് പറഞ്ഞൊരു നേതാവ് പറഞ്ഞത് താങ്കൾ സൂപ്പർ BJP ആകരുത് എന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം BJPക്കാർക്ക് മാത്രമേ ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിൽ താല്പര്യമുള്ളൂ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് അത് വന്നു. സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു പാകിസ്ഥാനോട് ഇപ്പോൾ യുദ്ധം ചെയ്യരുത്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? സാധാരണ ജനത്തിൻ്റെ പൾസ് ഇവർക്ക് മനസ്സിലായിട്ടില്ലെന്നുള്ളതല്ലേ. സാധാരണ ജനങ്ങൾ മുഴുവൻ ഇപ്പം വെക്കണോ വെടിയെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ നമ്മളിപ്പോൾ വെടിവെക്കാൻ പറയണമെന്നില്ല, പക്ഷേ കേന്ദ്ര സർക്കാർ അദ്ദേഹം ഇവിടുത്തെ ഒരു ഫെഡറൽ സംവിധാനം ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവല്ലേ. ആ ഫെഡറൽ സംവിധാനം എന്താണ്? കർണാടക മുഖ്യമന്ത്രി ആർക്കാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? പാകിസ്ഥാനെ ആക്രമിക്കരുത് എന്ന് പറയുന്ന മെസ്സേജ് പാകിസ്ഥാനിൽ എത്രത്തോളം അവിടെ വിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഇപ്പോഴും. അതുപോലെ തന്നെ തലയില്ലാത്തൊരു മോദിയുടെ കാർട്ടൂൺ, അത് വളരെ വലിയ തോതിൽ പാകിസ്ഥാനിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് തലയില്ലാത്ത മോദിയെ അവിടുത്തെ പ്രതിപക്ഷം തന്നെ മുഖ്യ പ്രതിപക്ഷം തന്നെ പറയുകയാണ്. അപ്പോൾ ഇയാളുടെ തലയില്ലായ്മയാണ്, വിവരമില്ലായ്മയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ എന്ന് വരുന്നതല്ലേ അത്. അങ്ങനെ നമ്മുടെ ഒരു പ്രധാനമന്ത്രിയെ നിർണായക ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കി കൊടുക്കുന്നതാണോ ഇവിടുത്തെ പ്രതിപക്ഷ ധർമ്മം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്തൊരു ഏപ്രിൽ 22 ശേഷം ഇന്ത്യയിൽ പാകിസ്ഥാൻ ഉദ്ദേശിച്ച പോലെ 2 നേഷൻ തിയറി അല്ല 1 നേഷൻ തിയറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ സ്പേസ് നഷ്ടപ്പെടുമോ എന്നൊരു ആവലാതി കോൺഗ്രസിനുണ്ടോ എന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ചോദിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഇതാണോ ചോദിക്കേണ്ടത്? ഇപ്പോഴാണോ നമുക്ക് പാർലമെൻറ്റ് വിളിക്കേണ്ടത്? പാർലമെൻറ്റ് എത്ര സമ്മേളനങ്ങൾ നമ്മൾ നയിക്കുന്നു? ഒരു സമ്മേളനത്തിൽ പോലും കാലികമായ വിഷയങ്ങളല്ല ചർച്ച ചെയ്തിട്ടുള്ളത്. വെറും രാഷ്ട്രീയ വിഷയങ്ങളാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളത്. അലങ്കോലമാക്കി പിരിയുകയാണ് ചെയ്തത്. ഓരോ മിനിറ്റിലും കോടിക്കണക്കിന് രൂപ ചെലവാക്കി നമ്മൾ നടത്തിയ പാർലമെൻറ്റ് സമ്മേളനങ്ങളെല്ലാം വൃഥാവിലാക്കുന്ന വിധത്തിലാണ് പലപ്പോഴും പെരുമാറ്റം പ്രതിപക്ഷങ്ങളിൽ നിന്ന്. കോൺഗ്രസ് പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുന്നത്? അവിടെ നമ്മൾ ഐക്യത്തിൻ്റെ സ്വരം പറയാനാണ്. ഐക്യത്തിൻ്റെ സ്വരം പറയാനാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു സർവകക്ഷി യോഗം നടന്നല്ലോ. ആ സർവകക്ഷി യോഗത്തിന് അപ്പുറം എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ വേണമെങ്കിൽ ഇനിയും ഒരു സർവകക്ഷി യോഗം കൂടെ കൂടണം, ബാക്കി കാര്യങ്ങളും കൂടെ ഞങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് പകരം ഒരു പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അതൊരു പ്രത്യേക, നമുക്കറിയാമല്ലോ പാർലമെൻറ്റിനകത്ത് ആരുടെയും നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണമെന്നില്ല. പലവിധ വികാരങ്ങളും പ്രകടനങ്ങളും ഒക്കെ അവിടെ നടന്നിരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ സന്ദർഭത്തിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ്, സർവകക്ഷി യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളായിരിക്കും വരുന്നത്. അവർ ചിലപ്പോൾ പക്വതയോടെ വളരെ ആർജവത്തോടെ കാര്യങ്ങളെ അവിടെ അവതരിപ്പിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ അവിടെ കേൾക്കുന്ന കാര്യങ്ങൾ പുറത്ത് ആവശ്യമില്ലാതെ ഇപ്പോൾ പ്രതികരിച്ചില്ലെന്നിരിക്കും. പക്ഷേ എന്നിട്ടും പലതും പ്രതികരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ പാകിസ്ഥാനെ നോക്കുക. അവിടുത്തെ ആർമിയും അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും എല്ലാം അവർക്ക് അനുകൂലമായിട്ടേ പറയുന്നുള്ളൂ, അവർക്കെതിരായിട്ട് പറയുന്നില്ല. നമുക്ക് അവിടുന്ന് എടുത്ത് ഇതാണ് പാകിസ്ഥാൻ്റെ ചിന്താഗതി എന്ന് പറയാനൊന്നും കിട്ടുന്നില്ല. അവരുടെ ഫ്ലോപ്പുകൾ നമുക്ക് പറയാൻ കിട്ടുന്നുണ്ട്.
ആദ്യം ടെററിസ്റ്റ്, ഞങ്ങൾ 30 വർഷമായി ടെററിസ്റ്റ് രാഷ്ട്രമായിരുന്നു, ഞങ്ങൾ ടെററിസ്റ്റിനെ അനുകൂലിച്ചു, അത് UK യും USA യും യൂറോപ്പും ഒക്കെ പറഞ്ഞിട്ടാണ്, ചൈന ഉൾപ്പെടെ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ നിന്നും അവർ കള്ളന്മാരാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റി. അവർ തെമ്മാടി രാഷ്ട്രമാണെന്ന് നമ്മുടെ UN പ്രതിനിധി അവിടെ UN സംസാരിക്കാനുള്ള അവസരം അവരുണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം അവർ ചാടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു നീക്കത്തിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് നമുക്ക് അവരുടെ വായിൽ നിന്നല്ല കിട്ടിയത്, അവരുടെ അബദ്ധത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ ഇവിടെ നമ്മൾ അബദ്ധം പറ്റാഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറയാത്തതോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. തലയില്ലാത്ത മോദി എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന് രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ ചിന്തിക്കാൻ കഴിയുന്നില്ല, പ്രവർത്തിയെടുക്കാൻ കഴിയുന്നില്ല, നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതല്ലേ അത് വരുന്നത്. ഇത് തന്നെയാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ തലയില്ലാത്ത ഒരു പ്രധാനമന്ത്രിയും തലയില്ലാത്ത ഒരു കേന്ദ്ര മന്ത്രിസഭയും തലയില്ലാത്ത കുറേ രാഷ്ട്രീയ പാർട്ടികളും നിന്നുകൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ്. അതാണ് ഇന്നത്തെ ഈ ടെൻഷന് കാരണം, അല്ലാതെ ഞങ്ങളല്ല എന്ന് സ്ഥാപിക്കാനാണ് പാകിസ്ഥാൻ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷം അതിനാണോ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം പ്രധാനമായിട്ട് ഉയരുകയാണ്. ഇത് ഇന്ത്യയുടെ യൂണിറ്റിക്കും ഇൻ്റഗ്രിറ്റിക്കും നല്ലതാണോ? നാളെ പാർലമെൻറ്റ് വിളിച്ചാൽ നാളെ എന്താ സംസാരിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ എല്ലാവരും യൂണിറ്റിയോടുകൂടി പറഞ്ഞാൽ അത് നല്ലത്. പക്ഷേ അത് മറിച്ചാണെങ്കിലും നമുക്കിപ്പോൾ അതാണോ ചർച്ച ചെയ്യേണ്ടത്? നമുക്കിപ്പോൾ സെക്യൂരിറ്റി ഫ്ലോപ്പ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ലാബ്സ് വന്നിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് എവിടെയും സംഭവിക്കാവുന്നതാണ്. പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളും ഏറ്റവും വലിയ സെക്യൂരിറ്റിയുടെ ആശാന്മാർ, ഇൻ്റലിജൻസിൻ്റെ ആശാന്മാരെന്ന് പറയുന്നത് ഇസ്രയേലിന് വരെ സംഭവിച്ചില്ലേ? അവരുടെ എത്രയോ പേരെ വെടിവെച്ചിട്ടതിന് ശേഷമാണ് അവർ രാജ്യത്തിനകത്ത് കയറിയത് തന്നെ അറിഞ്ഞത്. അതല്ലേ ഈ ഹമാസ് വാറിൻ്റെ ഒരു കാരണം. എന്തിന് അമേരിക്കയിൽ അവരുടെ ട്രേഡ് ടവർ അടിച്ച് തകർത്തത് ഒരു ഫ്ലൈറ്റ് വന്നില്ലേ? അപ്പോൾ അവിടെ എന്താ സെക്യൂരിറ്റി? ഫ്ലൈറ്റിന് അവർക്ക് എത്ര കൃത്രിമ കണ്ണുകളുണ്ട്, കൃത്രിമ ഉപകരണ കണ്ണുകളുണ്ട്. ആ ഉപകരണ കണ്ണുകളൊന്നും കാണാതെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് വന്ന് കയറി അറ്റാക്ക് ചെയ്തു. അപ്പോൾ അത് സെക്യൂരിറ്റി ലാബ്സ് അല്ലേ? നമ്മുടെ ഈ റാണ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ആ മുംബൈ അറ്റാക്ക്, അതിനേക്കാൾ വലിയ സെക്യൂരിറ്റി ലാബ്സ് ഇനി വരാനില്ല. കാരണം കടലിൽ നിന്ന് നമ്മുടെ നേവി കടന്ന്, നമ്മുടെ ബോർഡർ ഫോഴ്സുകളെ കടന്ന്, നമ്മുടെ CRPFനെയും പോലീസിനെയും ഒക്കെ കടന്ന് സുരക്ഷിത സ്ഥാനങ്ങളിൽ അവർ വന്ന് അക്രമം നടത്തി. എത്ര ദിവസത്തെ ഫൈറ്റോട് കൂടിയാണ് നമുക്കത് പിന്തിരിയാൻ കഴിഞ്ഞത്. അപ്പോൾ സെക്യൂരിറ്റി ലാബ്സുകൾ പലപ്പോഴും ഉണ്ടാവും. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ പ്രതീക്ഷിക്കുക. നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ്? കാർ ഇടിക്കുമെന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ കാർ ഇടിക്കുന്നില്ലേ? അത് നമ്മുടെ കുറ്റം മാത്രമാണോ? ചിലപ്പോൾ നമ്മുടെ കുറ്റമായിരിക്കാം ഒരു കണ്ണ് ശ്രദ്ധക്കുറവ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഒന്ന് നമ്മൾ ആരോടെങ്കിലും ഒന്ന് തിരിഞ്ഞോ പിരിഞ്ഞോ സംസാരിക്കുന്നത്, എന്തുമാവാം. ചിലപ്പോൾ മറ്റേയാൾ വന്നപ്പോൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അയാൾ ഇത്ര വേഗത്തിൽ ഇങ്ങനെ എത്തുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ. ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവും. ഈ ആക്സിഡൻറ്റുകൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതാണ് സെക്യൂരിറ്റി ലാബ്സിലും സംഭവിക്കുന്നത്. മനുഷ്യന് പ്രവചിക്കാൻ കഴിയാത്ത പലതും ഈ പ്രകൃതിയിൽ നടക്കും. അത് മനസ്സിലാക്കാനുള്ള പക്വത നമ്മുടെ പ്രതിപക്ഷത്തിന് വേണ്ടി. അപ്പോൾ അതാണ് കോൺഗ്രസ്സിന് പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ജനവികാരം എന്താണ്? അത് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ജനവികാരം പാർലമെൻറ്റ് കൂടി നമ്മൾ കേന്ദ്ര സർക്കാരിന് തൊലിയുരിക്കണമെന്നാണോ എന്നുള്ളത് കോൺഗ്രസ് ചിന്തിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാർലമെൻറ്റ് വിളിക്കുന്നത്? ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനാണെങ്കിൽ പാർലമെൻ്റ് ഒന്നും വേണ്ട. ഓരോ MP-മാർക്കും പ്രഖ്യാപിക്കാവുന്നുള്ളേ ഉള്ളൂ. ഇത് പാകിസ്ഥാനെ വിരളി പൂണ്ടാൻ അവസരം കൊടുക്കുകയുള്ളൂ, അല്ലേ? അവർ വിചാരിക്കും ഇവിടുത്തെ 540 MP-മാർ ഓരോരുത്തരായിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. അതിന് നമ്മളൊരു പാർലമെൻറ്റൊന്നും ആവശ്യമില്ല. സ്ട്രീറ്റാണ് ഏറ്റവും നല്ലത്. സ്ട്രീറ്റിലാണത് പറയേണ്ടത്. പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നരേന്ദ്രമോദി തെരുവിൽ പോയി ഇങ്ങനെ ഒരു പ്രസംഗം നടത്തി, ബീഹാറിൽ പോയി? അതാണ് ഏറ്റവും ഉചിതം. കാരണം ഇത്രയധികം ജനങ്ങൾ നിൽക്കവേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവശ്യമുള്ളപ്പോൾ ഇംഗ്ലീഷിലും അത് കഴിഞ്ഞ് ഹിന്ദിയിലും ഇന്ത്യയുടെ സ്റ്റാൻഡും ഇന്ത്യയുടെ നിശ്ചയദാർഢ്യവും നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതും പറയുന്നത് ഇന്ത്യ മുഴുവൻ അറിയണം, ലോകം മുഴുവൻ അറിയണം എന്നുള്ളതാണ്. അതൊരടച്ചിട്ട മുറിയിൽ നമ്മൾ സർവകക്ഷി യോഗം നടത്തിയാൽ കിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടായിരിക്കാം. പക്ഷെ അത് കവർ ചെയ്യാനാണ് നമ്മുടെ പ്രതിപക്ഷം പലപ്പോഴും ശ്രമിക്കുന്നത്. രണ്ടിനും രണ്ട് എഫക്റ്റാണ്. ആ എഫക്റ്റ് ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങളിൽ മൊത്തം എത്തിയിട്ടുണ്ട്. ഇതുപോലെ
ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ജനങ്ങളുടെ വികാരം ഇപ്പോഴെന്താണ് എന്നറിയാൻ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് കഴിയാതെ പോകുന്നതാണ് അവർ പലപ്പോഴും പരാജയത്തിലേക്ക് പോകുന്നത്. അതാണ് മൂന്നാം ഊഴം പോലും നരേന്ദ്രമോദിക്കുണ്ടായത്. ഇന്ത്യയുടെ പോലൊരു വലിയ രാജ്യത്ത് മൂന്നാം ഊഴം എന്ന് പറയുന്നതൊക്കെ വളരെ ഇമ്പോസിബിളാണ്. അത് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിക്കും പോലും നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തേതാണ് അല്ലേ. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. അന്ന് കോൺഗ്രസിന് അപ്രമാദിത്വമുണ്ട്. നെഹ്റുവിൻ്റെ പീരീഡ് എന്ന് വെച്ചാൽ ഈസി വാക്ക് ഓവറാണ്. അദ്ദേഹത്തിന് പിന്നെ ചോദിക്കാൻ പറയാൻ ആളില്ലായിരുന്നു. പ്രതിപക്ഷം എന്ന് പറയുന്നത് അദ്ദേഹം മുമ്പിൽ നിന്നാൽ പിന്നെ ഒന്നുമല്ല. അതുപോലുള്ള സാഹചര്യമല്ല ഇപ്പം. ഒന്നാം തരം ഫൈറ്റ്, ഓരോ സംസ്ഥാനങ്ങളിലും ഉഗ്രൻ ഫൈറ്റ് നടക്കുകയാണ് ഇലക്ഷൻ സമയത്ത് അല്ലേ. അപ്പോൾ എന്നിട്ട് മൂന്നാം ഊഴത്തിലേക്ക് വരണമെങ്കിൽ അവിടെ പ്രതിപക്ഷത്തിൻ്റെ കാൽക്കുലേഷനുകൾ തെറ്റിയിട്ടുണ്ടോ എന്ന് അവർ സ്വയം ആത്മപരിശോധന നടത്തുന്നതാണ്. പ്രത്യേകിച്ച് രാജ്യം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ റോള് ഭംഗിയായി ചെയ്തു എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. അതാണ് അവർ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അവർക്ക് ഇന്ത്യയുടെ ശബ്ദമാകാൻ കഴിയൂ, ഇന്ത്യയുടെ നേതാവാകാൻ കഴിയൂ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയൂ, ഇന്ത്യയുടെ ഭരണകക്ഷിയാകാൻ കഴിയൂ. ഇല്ലെങ്കിൽ ഷ്രിങ്ക് ചെയ്ത് അവർ വീണ്ടും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.